ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2025 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. 2025 ലോഗോസിന് പഠിക്കാനുള്ള ന്യായാധിപന്മാർ, പ്രഭാഷകൻ, ലൂക്ക 3 ഭാഗങ്ങളിലെയും മുഴുവൻ ചോദ്യോത്തരങ്ങളും വീഡിയോയാക്കി കഴിഞ്ഞു. ഇനി എഫേസോസിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് അവശേഷിക്കുന്നത്. ഇത് എഫേസോസ് ആമുഖത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ്. മറ്റ് പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ് പൗലോസിന്റെ ലേഖനങ്ങൾ. അതുകൊണ്ട് തന്നെ എഫേസോസിന്റെ പുസ്തകത്തിലെ ചോദ്യോത്തരങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധയോടെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. പലരും ആവശ്യപ്പെട്ടതുപോലെ തന്നെ ചോദ്യോത്തരങ്ങൾ കൂടാതെ ഓരോ പാഠഭാഗങ്ങളും അതിൻ്റെ ഒരു വ്യാഖ്യാനവും ഒരു വിശദീകരണവും ഉൾപ്പെടുത്തി ഓരോ അധ്യായത്തിനും പ്രത്യേകം വീഡിയോ ചെയ്യാം എന്ന് ചിന്തിക്കുകയാണ്. എഫേസോസിലെ മുഴുവൻ ചോദ്യോത്തരങ്ങളും ചെയ്തു കഴിഞ്ഞതിനു ശേഷം അതുകൂടി ചെയ്യുന്നതായിരിക്കും. മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇനിയും രജിസ്ട്രേഷൻ ഫീസ് അടച്ച് ജോയിൻ ചെയ്യാം. ഇനിയും ജോയിൻ ചെയ്യുന്നവർക്ക് ഇതിനു മുൻപുള്ള മുഴുവൻ മോക്ക് ടെസ്റ്റുകളുടെയും ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. പഠന സഹായി പുസ്തകം ആവശ്യമുള്ളവരും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഒന്നാമത്തെ ചോദ്യം, പൗലോസ്ലീഹ എത്ര വർഷമാണ് എഫേസോസ് കേന്ദ്രമാക്കി പ്രവർത്തിച്ചത്? 3 വർഷത്തോളം. 2, പൗലോസ്ലീഹ തന്റെ ഏതെല്ലാം പ്രേക്ഷിത യാത്രകളിലാണ് എഫേസോസ് കേന്ദ്രമായി പ്രവർത്തിച്ചിട്ടുള്ളത്? 2ഉം 3ഉം. 3, എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തെക്കുറിച്ചുള്ള വിവാദ വിഷയം എന്ത്? ഇതിന്റെ രചയിതാവ് പൗലോസ് ആണോ, പൗലോസിന്റെ ശിഷ്യന്മാരിൽ ആരെങ്കിലുമാണോ എന്നത്? 4, പണ്ഡിതന്മാർ അധികവും എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തെ പരിഗണിക്കുന്നത് എങ്ങനെ? ഏഷ്യയിലെ സഭകളിലെല്ലാം വായിക്കാൻ വേണ്ടി രചിക്കപ്പെട്ടതായി. 5, ഈ ലേഖനം രചിക്കപ്പെട്ടത് എന്ന്? AD 58-നും 60-നും ഇടയ്ക്ക്. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം AD 58-നും 60-നും ഇടയ്ക്ക് രചിക്കപ്പെട്ടതായാണ് കണക്കാക്കപ്പെടുന്നത്. 6, ഈ ലേഖനം എവിടെ വച്ച് എഴുതിയെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്? റോമായിൽ. 7, ലേഖനകർത്താവ് തടവിലായിരിക്കുമ്പോൾ എഴുതിയ ലേഖനം ഏത്? എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം. അല്ലെങ്കിൽ എഫേസോസുകാർക്കുള്ള ലേഖനം എഴുതുമ്പോൾ ലേഖനകർത്താവ് എവിടെയായിരുന്നു? തടവിലായിരുന്നു. 8, എഫേസോസുകാർക്കുള്ള ലേഖനത്തിന്റെ ആദ്യ ഭാഗത്തെ പ്രതിപാദ്യം എന്ത്? ക്രിസ്തു വിശ്വാസം സ്വീകരിക്കാൻ വിജാതിയർക്ക് ലഭിച്ച വിളിയുടെ രഹസ്യം. 9, രക്ഷ പ്രതീക്ഷിച്ച് കഴിയുന്നതാര്? യഹൂദർ. 10, രക്ഷയിൽ നിന്നും അകന്നു ജീവിക്കുന്നവർ ആര്? വിജാതീയർ. 11, യഹൂദരെയും വിജാതീയരെയും തമ്മിൽ വേർതിരിച്ചിരുന്ന ശത്രുതയുടെ മതിൽ തകർത്തതാര്? ക്രിസ്തു. 12, യഹൂദരെയും വിജാതീയരെയും തമ്മിൽ വേർതിരിച്ചിരുന്ന ശത്രുതയുടെ മതിൽ ക്രിസ്തു എങ്ങനെയാണ് തകർത്തത്? തന്റെ മരണം മൂലം. 13, ക്രിസ്തു തന്റെ മരണം മൂലം ഇരുകൂട്ടരെയും വേർതിരിച്ചിരുന്ന ശത്രുതയുടെ മതിൽ തകർത്ത് എന്താക്കി തീർത്തു? ഒരു ജനമാക്കി തീർത്തു. 14, പൗലോസ് നിയോഗിക്കപ്പെട്ടത് എന്തിന്? വിജാതീയരെ പ്രത്യേകിച്ചും ക്രിസ്തുവിന്റെ സഭയിലേക്ക് വിളിക്കാൻ. 15, സഭാംഗങ്ങൾക്ക് ലഭിച്ചിരുന്ന വൈവിധ്യമാർന്ന ദാനങ്ങൾ അത്രയും എന്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തേണ്ടതാണ്? ക്രിസ്തുവിന്റെ ശരീരത്തെ പണിതുയർത്താൻ. 16, ലേഖനകർത്താവ് ഊന്നിപ്പറയുന്നത് എന്ത്? സഭയിലെന്നും നിലനിർത്തേണ്ട ഐക്യത്തെ. 17, എല്ലാ തുറകളിലും ഒരു പുതിയ ജീവിതം എങ്ങനെ ആരംഭിക്കണം എന്നാണ് ലേഖനകർത്താവ് നിർദ്ദേശിക്കുന്നത്? വിജാതീയ രീതികൾ ഉപേക്ഷിച്ച് ക്രിസ്തുവുമായി ഐക്യപ്പെട്ട്. 18, ലേഖനത്തിന്റെ അവസാന ഭാഗത്ത് കാണുന്ന ഉദ്ബോധനം എന്ത്? ദൈവത്തിന്റെ ആയുധങ്ങൾ ധരിച്ച് പിശാചിനും അന്ധകാര ശക്തികൾക്കുമെതിരെ യുദ്ധം ചെയ്യാൻ. 19, എന്തു ധരിച്ചാണ് പിശാചിനും അന്ധകാര ശക്തികൾക്കുമെതിരെ യുദ്ധം ചെയ്യാനുള്ള ഉദ്ബോധനം നൽകുന്നത്? ദൈവത്തിന്റെ ആയുധങ്ങൾ. ഇങ്ങനെ 19 ചോദ്യങ്ങളാണ് ആമുഖത്തിൽ നിന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതേ തുടർന്ന് 6 വീഡിയോ കൂടിയാകുമ്പോൾ എഫേസോസ് പൂർണ്ണമാവുകയാണ്. ചെറിയ അധ്യായങ്ങളാണ്, മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പൗലോസ്ലീഹായുടെ ഭാഷ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒറ്റ വായനയിൽ നമുക്ക് അത് മനസ്സിലാവുകയില്ല. അതുകൊണ്ട് ബൈബിൾ ആവർത്തിച്ച് വായിക്കുക, ചോദ്യോത്തരങ്ങൾ പലതവണ കേൾക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാം, മെസ്സേജ് ചെയ്യാം.
പരമാവധി ലളിതമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു പോകാനാണ് പരിശ്രമിക്കുന്നത്. ചെറിയ അധ്യായമായതുകൊണ്ട് തന്നെ ഓരോ അധ്യായവും ഓരോ വീഡിയോയായിട്ടാണ് ചെയ്തേക്കുന്നത്. എല്ലാവരും നന്നായി പഠിക്കുക. മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇനിയും അവസരമുണ്ട്. പരീക്ഷയ്ക്ക് ഇനി വളരെ കുറച്ച് ദിവസങ്ങളാണ് അവശേഷിക്കുന്നത്. ലോഗോസ് ക്യൂസ് രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. ജൂലൈ 31 വരെയാണ് സമയമുള്ളത്. നിങ്ങളുടെ ഇടവകകളുമായി ബന്ധപ്പെട്ട് തന്നെ രജിസ്ട്രേഷൻ എത്രയും വേഗം നടത്തേണ്ടതാണ്. പുസ്തകം ആവശ്യമുള്ളവർക്ക് പുസ്തകം അയച്ചു തരുന്നതാണ്. നിങ്ങളുടെ ഇടവകയിൽ കാറ്റഗിസം പഠിക്കുന്ന കുട്ടികളോ ലോഗോസ് ക്യൂസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളുകളോ ഒന്നിച്ചു ചേർന്ന് പുസ്തകം ഓർഡർ ചെയ്താൽ 5 പുസ്തകത്തിന് ഒരു പുസ്തകം സൗജന്യമായി നൽകുന്നതായിരിക്കും. എല്ലാവരും നന്നായി വചനം പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.